വേണു രേവതിയോട് പറയുന്നുണ്ട്. രേവതി, ഇങ്ങനെ പോയാലേ ശരിയാവില്ല. അനി എങ്ങനെയെങ്കിലും നമ്മുടെ മോളുടെ കൈക്കുള്ളിലാവണം. ഒരിക്കലും അനി നമ്മുടെ മോളെ ഉപേക്ഷിക്കില്ല എന്നൊരു ഘട്ടത്തിലെത്തണം. അതിനായിട്ടെ നമ്മുടെ മോളോട് പറയണം അനിയെ നല്ല പോലെ സ്നേഹിക്കാനായിട്ട്. അനിയുടെ ഒരു കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാലേ പിന്നീട് അവിടെ കൂടുതൽ സ്വാതന്ത്ര്യം നമ്മുടെ മോൾക്കുണ്ടാവും. സ്വത്തുക്കളും അതിനനുസരിച്ച് നമുക്ക് കിട്ടും. അതുകൊണ്ട് നീ അത് നമ്മുടെ മോളോട് പറഞ്ഞ് മനസ്സിലാക്കുക. എന്താ വേണുവേട്ടാ, വേണുവേട്ടൻ അങ്ങ് പറഞ്ഞൂടെ? എത്ര തവണയാ നമ്മൾ പറഞ്ഞു നോക്കുന്നേ. അവൾക്കാണെങ്കിൽ അവനോട് തീരെ താല്പര്യമില്ല. പിന്നെ അനിയുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? ഏതു നേരവും നന്ദുവിന്റെ പുറകെ തന്നെയല്ലേ. ഇനി നമ്മൾ അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. എങ്ങനെയെങ്കിലും നമ്മുടെ മോളും അനിയും തമ്മിൽ ഒന്നിക്കണം. അവരിപ്പോഴും ഒരു റൂമിൽ തന്നെയാ കഴിയുന്നതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ടൊന്നുമല്ല അവര് ജീവിക്കുന്നത്. അങ്ങനെ പോയാൽ പറ്റില്ല രേവതി. അതിനൊരു മാർഗം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. എന്ത് ചെയ്യാനാ വേണുവേട്ടാ? ഇനി വല്ല വശീകരണ മന്ത്രമൊക്കെ പ്രയോഗിക്കേണ്ടി വരും. അല്ലാതെ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പറഞ്ഞപ്പോഴാ എൻ്റെ അറിവിലൊരാളുണ്ട്. ഇതിപ്പോ നമ്മുടെ മോൾക്ക് തന്നെ ചെയ്യുന്നതില് എനിക്ക് ചെറിയ ഇഷ്ടക്കേടൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പം നമ്മുടെ ആവശ്യം അനിയെ കയ്യിലാക്കുക എന്ന ഒരു പൊടിയുണ്ട്. ആ പൊടി പാലിൽ കലക്കി കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ നമ്മുടെ മോളെ അവൻ നല്ല പോലെ സ്നേഹിക്കും. വേണുവേട്ടാ, ഇതിനി അന്ന് പാലില് വിഷം കലത്തിയ പോലെ എന്തെങ്കിലും ആവുമോ? ഇനിയും അതുപോലെ എന്തെങ്കിലും നടന്നാലേ അവര് നമ്മളെ വെച്ചേക്കൊന്നും തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ആരാ ഇതൊക്കെ ചെയ്തേന്ന് കണ്ടെത്തും. ഇല്ല രേവതി, അങ്ങനെയുള്ള ഒരു സാധ്യതയുമില്ല. പിന്നെ ഇത് ഒരെന്തൊക്കെയോ ആയുർവേദ പൊടിയാ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പേടിക്കാനൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ, നാളെ തന്നെ അങ്ങോട്ട് വരുന്നുണ്ടെന്നേ മോളെ വിളിച്ചു പറ. ഇക്കാര്യങ്ങളും മോളോട് പറഞ്ഞ് മനസ്സിലാക്ക്. ഇത് കൊണ്ടു കൊടുക്കാം. വേണുവേട്ടാ, ഇത് വേണുവേട്ടൻ്റെ ഉറപ്പിലാണ് കേട്ടോ. ആ രേവതി, ഇതിലേ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് രേവതിയെ കൊണ്ട് അനാമികയെ വിളിപ്പിക്കുന്നുണ്ട്. രേവതി അനാമികയ്ക്ക് വിളിക്കുന്നുണ്ട്. മോളെ, നിന്റെ അടുത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? ഇല്ലമ്മേ, ഞാൻ റൂമിലാ. എന്നാലേ ഒന്ന് നോക്ക്, ഉറപ്പിക്ക് ആരുമില്ല എന്ന്. ഇനി നമ്മളെ സംസാരിക്കുന്നത് ആരെങ്കിലും കേട്ടാലേ അത് മതി. ആരുമില്ല അമ്മേ, അമ്മ കാര്യം പറ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമല്ല, അച്ഛൻ പറയാ. നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ഭാര്യയും ഭർത്താക്കന്മാരായിട്ടല്ല കഴിയുന്നേ. ഇങ്ങനെ പോയാൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം വീണ്ടും കുറയുള്ളൂ. അതിനവന് ഇപ്പോഴെന്നോട് എവരെ സ്നേഹം? എന്നെ അവൻ സ്നേഹിക്കുന്നൊന്നുമില്ല. അവന് സ്നേഹിക്കാനേ ആ നന്ദമുണ്ടല്ലോ. മോളെ, നീ നിന്റെ ഭർത്താവിനെ ഇങ്ങനെ വിടരുത്. നിന്റെ ഭർത്താവാ, എന്ത് പറഞ്ഞാലും നിന്റെ കൈക്കുള്ളിലായിരിക്കണം അവന്റെ സ്ഥാനം. അതുകൊണ്ട് നീ അവനെ കയ്യിലെടുക്കണം. എന്തെടുക്കാനാ അമ്മ പറയുന്നേ? അവന്റെ സ്വഭാവം അമ്മയ്ക്ക് നേരാവണ്ണം അറിയാത്ത കാരണ അവനോട് നേരാവണ്ണം സംസാരിക്കാൻ പോലും എനിക്ക് ദേഷ്യ. എന്തെങ്കിലും പറഞ്ഞാ അതിന് വിപരീതമായിട്ടാ അവൻ എൻ്റെ അടുത്ത് പറയൂ. അതുകൊണ്ട് എനിക്കേ അവനായിട്ട് മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല. ഇതേതുവരെ പോവെന്ന് എനിക്കറിയില്ല അമ്മേ. എത്രയും വേഗം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എനിക്ക് ഈ വീടിനുള്ളിൽ കിടന്നിട്ടേ ശ്വാസം മുട്ടാൻ തുടങ്ങി. ഞാനിവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴിയാ നോക്കുന്നേ. മോളെ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നീയും അനിയും തമ്മിൽ നല്ല സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകണം. നാളെ ഞങ്ങളെ അങ്ങോട്ട് വരുന്നുണ്ട് ഒരു മരുന്നുമായിട്ട്. ഇനി അടുത്തെന്തെങ്കിലും പരിപാടി ഒപ്പിക്കാനാണോ? അമ്മേ, ഇനിയൊന്നും വേണ്ട. എന്തൊക്കെ നമ്മൾ പരിപാടി നടത്തിയിട്ടുണ്ടോ അതൊക്കെ പാളിയിട്ടേ ഉള്ളൂ. ഇനി കുറച്ച് സാവകാശം എടുക്കട്ടെ, എന്നിട്ട് മതി അടുത്ത വല്ല പ്ലാനും. അതൊന്നല്ല മോളെ, ഇതേ ഒരു വശീകരണ പൊടിയാ. ആ പൊടി നീ അനിക്ക് കലക്കി കൊടുത്താലേ പിന്നെ അനി നമ്മൾ പറയുന്ന പോലെ കേൾക്കും. എന്താ അമ്മേ, ഇത് സത്യമായിട്ടുള്ള കാര്യമാണോ? അതെ മോളെ, നിനക്ക് എത്രയും വേഗം ഒരു കുഞ്ഞു പറക്കണം. അച്ഛൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരാൾ പറഞ്ഞതാ. ഞങ്ങൾ എന്തായാലും നാളെ അതുമായിട്ട് അങ്ങോട്ട് വരാം. നാളെ തന്നെ അവൻ ഈ പൊടി കലക്കി കൊടുക്കണം. അമ്മേ, ഇനി വല്ല കുഴപ്പമാവോ? ഇല്ല മോളെ, അച്ഛൻ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല എന്നാ. എന്നാ അമ്മയും അച്ഛനും നാളെ ഇങ്ങോട്ട് വാ. പിന്നെ ഇവിടുത്തെ വല്യമ്മയും അതുപോലെ എൻ്റെ അമ്മായിയമ്മയൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അച്ഛനെയും അമ്മയെയൊന്നും ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ എന്ന്. അപ്പോ അച്ഛനമ്മയും നാളെ തന്നെ വരാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം വേണുവും രേവതിയും അനന്തപുരിയിലോട്ട് എത്തുന്നുണ്ട്. എത്തുന്ന സമയത്ത് ദേവയാനി ആയാലും ജാനകി ആയാലും അവരെ സ്വീകരിച്ചിരുത്തുന്നുണ്ട്. ഇന്നലെ കൂടെ മോളോട് ചോദിച്ചേ ഉള്ളൂ അച്ഛനും അമ്മയും ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ എന്ന്. കുറച്ച് തിരക്കാ. അന്ന് ഞാൻ പറഞ്ഞില്ലേ പുതിയ കുറച്ച് ബിസിനസ് ഒക്കെ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഓട്ടപ്പാച്ചില്ല. അതുകൊണ്ട് വീട്ടിലോട്ട് വരാൻ തന്നെ ഇപ്പൊ സമയം കിട്ടാറില്ല. അപ്പോ രേവതി തനിച്ചാണോ വീട്ടില്? അവിടെ തനിച്ചാണെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്നൂടെ മോളുടെ കൂടെ? വേണുവേട്ടന് 1-2 ദിവസമൊക്കെ മാറി നിൽക്കൂ. അതൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങോട്ടേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നുണ്ട്. ആഹാ,
ഇതാരാ? വേണുവോ? വേണുവിനെ കണ്ടിട്ടൊക്കെ ഒരുപാട് നാളായല്ലോ. തിരക്കായിരുന്നു, അതുകൊണ്ടാ മൂർത്തി സാറേ ഇങ്ങോട്ടൊന്നും വരാത്തത്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ മോള് വിളിച്ച് പറയാറുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട്. ആ, അച്ഛനും അമ്മയും വന്നോ? കുറേ നേരമായി വന്നിട്ട്. ഇല്ല മോളെ, ഇതാ ഇപ്പൊ വന്നേ ഉള്ളൂ. എവിടെ എവിടെ ഞങ്ങളെ മരുമകൻ? അവനെ കണ്ടില്ലല്ലോ. അവനതിന് നിങ്ങളെ കണ്ടാലും ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല. അവനെപ്പോഴും അങ്ങനെ തന്നെയല്ലേ മോളെ. വെറുതെ അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കല്ലേ എന്ന് ദേവിയാനി പറയുന്നുണ്ട്. ഞാൻ രണ്ടാൾക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, നിങ്ങൾ സംസാരിച്ചിരിക്കുക എന്നും പറഞ്ഞ് ദേവിയാനിയും ജാനകിയും അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. വേണുവാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് മൂർത്തി സാറിൻ്റെ അടുത്ത്. എന്നാ അമ്മ മോളെ കൂട്ടി റൂമിലോട്ട് പോവാണ്. അനാമിക റൂമിലെത്തിയതിനു ശേഷം അമ്മയോട് ഇക്കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ചോദിക്കുന്നുണ്ട്. ഈ സമയത്തായിരിക്കും ആനി റൂമിലോട്ട് വരുന്നത്. അമ്മയും മോളും കാര്യമായിട്ട് സംസാരിക്കുന്നത് ആനി ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മേ, ഇതിനി കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ പൊടി പാലിൽ കലക്കി കൊടുത്താലേ അനിക്കെന്തെങ്കിലും സംഭവിക്കോ? ഇതൊക്കെ കേട്ട് ആനി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നാ ഇത് പറ്റിയ അവസര. അമ്മയെ വിളിച്ച് ഇവരെ രണ്ടുപേരുടെയും കള്ളക്കളിയെല്ലാം കാണിച്ചു കൊടുക്കണോ എന്ന് അനി തീരുമാനിക്കുകയാണ്. അതിനായിട്ട് അനി അമ്മയെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. അമ്മേ, എൻ്റെ കൂടെ ഒന്ന് വാ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. എന്താടാ, നീ അനാമികയുടെ അച്ഛനും അമ്മയും വന്നതൊന്നും കണ്ടില്ലേ? നീ അവരോട് പോയി എന്തെങ്കിലും സംസാരിക്കുക. അതൊക്കെ ഞാൻ സംസാരിക്കാം. അമ്മ ഇപ്പോൾ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വാ. എടാ, നീ കളിക്കാൻ നിൽക്കല്ലേ. ഞാനെന്തായാലും അനാമികയുടെ അമ്മയ്ക്ക് ഈ ജ്യൂസ് കൊണ്ടു കൊടുക്കട്ടെ. അമ്മ ജ്യൂസ് എടുത്ത് വന്നോ? നമുക്ക് കൊണ്ടു കൊടുക്കാം. ഞാൻ റൂമിലോട്ടോ പോകുന്നത്. നിന്റെ റൂമിലോട്ടോ? ആ അമ്മേ, അമ്മ ഇങ്ങ് വന്നേ. അങ്ങനെ ജാനകിയെ കൊണ്ട് റൂമിനെ വെളിയിൽ നിർത്തുന്നുണ്ട്. അവിടെ അമ്മയും മോളും ഇരുന്ന് സംസാരിക്കുന്നത് ജാനകി കാണുകയാണ്. എന്താടാ, അവിടെ അനാമിക മോളും അവളുടെ അമ്മയും സംസാരിക്കുന്ന കണ്ടില്ലേ? അവരെത്ര നാളായി നേരി കണ്ടിട്ട്. അവരെന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കട്ടെ. അമ്മ ഇങ്ങ് വാ, അവരെന്താ സംസാരിക്കുന്നേന്നേ അമ്മയൊന്ന് കേൾക്ക്. എടാ, അതൊന്നും ശരിയല്ല. നീ വെറുതെ അമ്മ വാ, എന്താ സംസാരിക്കുന്നത് നോക്കേ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ജാനകിയെ വാതിലിന് അടുത്ത് വരെ എത്തിക്കുന്നുണ്ട്. പിന്നീടായിട്ട് ജാനകി സംസാരിക്കുന്നൊക്കെ കേൾക്കുവാണ്. അമ്മേ, ഈ പൊടി ഇന്നാണോ പാലിൽ കലക്കി എനിക്ക് കൊടുക്കേണ്ടത്? ആ മോളെ, ഇന്ന് തന്നെ കൊടുക്ക്. ഇതൊരു 2-3 ദിവസം അടുപ്പിച്ചു കൊടുക്കണം, എന്നിട്ടേ കാര്യമുള്ളൂ. അത് ഞാൻ കൊടുത്തോളാം. അല്ല, ഇത് കുടിച്ചിട്ട് ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് കുടിച്ച് ഇപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് അച്ഛൻ പറഞ്ഞത്. ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇത് കൊടുക്കുന്നതോടുകൂടി നിന്റെയും അവന്റെയും ഇടയിലുള്ള അകൽച്ചയൊക്കെ മാറും. പിന്നെ ഈ പൊടി കലക്കിയ പാല് വേറെ ആരും കുടിക്കാതെ നീ ശ്രദ്ധിക്കണം. അമ്മേ, ഇനി കുടിച്ചാൽ വല്ല പ്രശ്നമാവോ? അന്ന് നവ്യയ്ക്ക് കലക്കി വെച്ച പാലാ വല്യമ്മ എടുത്തു കുടിച്ചത്. എന്നിട്ടാ വല്യമ്മയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇത് കേട്ട് ജാനകി ഞെട്ടി നിൽക്കുകയാണ്. മോളെ, ഒന്ന് പതുക്കെ പറ. ആരെങ്കിലും കേട്ടാലേ അത് മതി. ശരിയാ, ഇവിടെ മുക്കിലും മൂലയിലും ഓരോരുത്തർ വന്ന് നിൽക്കുന്നതേ കാണാൻ പോലും പറ്റില്ല. ആ തളയുണ്ടല്ലോ എൻ്റെ അമ്മായിയമ്മ, ചിലപ്പോൾ പറയാതെ ഇങ്ങ് കയറി വരും. അതിലും നല്ലതേ നമുക്ക് നേരെ താഴോട്ട് പോകുന്നതാ. ഇതാ മോളെ, ഈ പൊടി ഭദ്രമായിട്ട് എടുത്തു വെക്ക്. ഇതൊക്കെ കേട്ട് അനി ജാനകിയോട് പറയുന്നുണ്ട്. അമ്മേ, ഇപ്പം എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് മനസ്സിലായോ രണ്ടാളുടെയും തനി സ്വഭാവം? അമ്മ സ്നേഹിക്കുന്ന മരുമകളുടെ സ്വഭാവം ഇതാ. എന്നാ ആകെ തകർന്നു നിൽക്കുമായിരിക്കും ജാനകി. എടാ, നീ അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചെന്നറിയോ? എൻ്റെ മോളെ പോലെയാ ഞാൻ അവളെ നോക്കിയത്. മോളെ പോലെ നോക്കിയവളല്ലേ അമ്മയോട് ഇങ്ങനെ ചെയ്തത്. ഇതാ ഞാൻ പറഞ്ഞത്, അവൾ നമ്മളെ കുടുംബത്തിന് പറ്റിയൊരു മരുമകളല്ല. അമ്മയെ ചതിക്കാതെ അമ്മയെ സ്നേഹിക്കുന്ന ഒരു മരുമകളുണ്ടെങ്കിൽ അതെൻ്റെ നയനേട്ടത്തി മാത്ര. നയനേട്ടത്തി അമ്മയ്ക്ക് ദ്രോഹം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല, അമ്മയ്ക്കെന്നല്ല ആർക്കും. അതുകൊണ്ടാ നയനേട്ടത്തിയെ ഞാൻ ഇത്രയേറെ സ്നേഹിക്കുന്നത്. അമ്മ ഇനിയെങ്കിലും അവരെയൊക്കെ ഒന്ന് മനസ്സിലാക്ക്. ഇവളൊക്കെ കൊടും വിഷ. ഇവൾക്ക് വേണ്ടിയിട്ടാ അമ്മ ആ നന്ദുവിനെ പോലും തള്ളി പറഞ്ഞത്. അനി, നീ എന്നോട് ക്ഷമിക്കടാ. ഇനി അതൊന്നും എൻ്റെ അടുത്ത് പറയല്ലേ. എന്നാ ഇവളെ ഞാനങ്ങനെ വെറുതെ വിടില്ല. ഇനിയാ ഇവളിവിടെ അനുഭവിക്കാൻ പോകുന്നത്. ഇവൾക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടേ ഇവിടെ നാട്ടി ഇറക്കൂ എന്നൊക്കെ ജാനകി അനിയുടെ അടുത്ത് പറയുന്നുണ്ട്. എല്ലാ സത്യങ്ങളും ജാനകി തിരിച്ചറിയുവാണ്.